بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون. الحق من ربك فلا تكن من الممترين. فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندعو أبناءنا وأبناءكم ونساءنا ونساءكم وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. إن هذا لهو القصص الحق وما من إله إلا الله وإن الله لهو العزيز الحكيم. فإن تولوا فإن الله عليم بالمفسدين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ചവന്റെ പൊരുത്തത്തിലായി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആൽ ഇംറാനാണ്. അതിലെ 59 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. അള്ളാഹു പാരായണം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ആയത്തുകൾ മുഴുവനും അവതരിക്കാനുണ്ടായ കാരണം, ഇതിന്റെ അവതരണ പശ്ചാത്തലം, അതായത് ഈ സൂറത്തിന്റെ തുടക്കം മുതൽ ഇവിടം വരെ പറയപ്പെട്ടിട്ടുള്ള ചരിത്രം, പ്രത്യേകിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മറിയം റളിയല്ലാഹു തആല അൻഹയെയും സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ള ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ഒരു അസ്ർ നമസ്കാരത്തിന്റെ സമയത്ത്, അസ്ർ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കപ്പെട്ടു. ആ ബാങ്ക് കൊടുക്കപ്പെട്ട സമയത്ത് നജ്റാനിൽ നിന്ന് ഒരു വലിയൊരു സംഘം നസ്സാറാക്കൾ അഥവാ ക്രിസ്ത്യാനികൾ സംവാദത്തിന് വേണ്ടി വരികയുണ്ടായി. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ആ വന്നവരുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രം വലിയ വിലപിടിപ്പുള്ളതും വലിയ ഭംഗിയുള്ളതുമായിരുന്നു. അക്കൂട്ടത്തിൽ ഹാരിസ് ബിൻ കഅബ് എന്ന് പറയപ്പെടുന്ന അവരുടെ നേതാവും ഉണ്ടായിരുന്നു, പുരോഹിത നേതാവ്. അവരെ കണ്ട മാത്രയിൽ തന്നെ സഹാബാക്കൾ പറയുകയുണ്ടായി, ഞങ്ങൾ ആരും ഇതേപോലെ ആളുകളെ കണ്ടിട്ടില്ല. അത്ഭുതം കൂടി അവരെ കണ്ടപ്പോൾ തന്നെ. അവര് മെല്ലെ മെല്ലെ മസ്ജിദുൻ നബവിയിലേക്ക് അടുത്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരെ ക്ഷണിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സംഘത്തെ കൂട്ടിക്കൊണ്ടുവന്നു.
ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സമയമായെങ്കിൽ നിങ്ങൾ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. അങ്ങനെ മസ്ജിദുൽ നബവിയുടെ ഒരു ഭാഗത്ത് അവർ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട്, അവരുടെ കിബില എങ്ങോട്ടാണ്? കിബില ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവരവരുടെ ആരാധന നിർവഹിക്കുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി സംവാദത്തിൽ ഏർപ്പെട്ടു. 3 കാര്യങ്ങളാണ് പ്രധാനമായും അവർ പറഞ്ഞത്. 3 അഭിപ്രായങ്ങളായി, അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ അവർ ചർച്ചയുടെ മുന്നിലേക്ക് വെച്ചു, പ്രമേയമായി വെച്ചു. ഒന്നാമത്തത്, ഈസാ നബിയെ പറ്റി അവർ പറഞ്ഞു, ഹുവ അല്ലാഹ്, ഈസ തന്നെയാണ് അല്ലാഹ്, ഈസ തന്നെയാണ് ദൈവം എന്നവർ വാദിച്ചു. രണ്ടാമതായി അവര് മുന്നോട്ട് വെച്ചു, ഹുവ ഇബ്നുല്ലാഹ്, ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാദിച്ചു. മൂന്നാമത്തെ അവരുടെ വാദം, ഹുവ സാലിസു സലാസ, ത്രിയേകത്വം എന്ന് പറഞ്ഞു, 3-ൽ 1 എന്നവർ പറഞ്ഞു. അഥവാ ദൈവത്തെ 3ആയി പകുത്തിട്ട് അതിൽ ഒരു അംശമാണ് ഈസ എന്നവർ വാദിച്ചു. ഈ 3 വാദങ്ങളും സമർത്ഥിക്കുന്നതിന് വേണ്ടി അവർ തെളിവുകളായി കൊണ്ടുവന്നത്, ഒന്നാമതായി അവർ പറഞ്ഞു, അല്ലാഹ് ആണ് എന്ന് പറഞ്ഞതിന്റെ, എന്തുകൊണ്ടാണ് അല്ലാഹ് എന്ന് വാദിച്ചത് എന്ന് പറയുന്നതിന് അവർ പറഞ്ഞത്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു, പക്ഷിയുടെ രൂപത്തിൽ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും ആ രൂപത്തിലേക്ക് ഒന്ന് ഊതുമ്പോ അത് പറന്നു പോകുന്ന പക്ഷിയായി മാറുന്നു. ഉബ്രിഹുൽ അക്മഹ വൽ അബ്റസ, പിറവിക്കുരുടനെയും വെള്ളപ്പാണ്ടിനെയും അത്തരക്കാരായ ആളുകളെ ഒന്ന് തലോടലിലൂടെ സുഖപ്പെടുത്തുന്നു. ഇതുകൊണ്ട് ഈസ അല്ലാഹയാണ്, ദൈവമാണ് എന്നവർ വാദിച്ചു. ഇതിനെ ഖണ്ഡിക്കുന്ന ആയത്ത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞാൻ ജീവിപ്പിക്കും, ഞാൻ മരിപ്പിക്കും, ഞാൻ പിറവിക്കുരുടിനെയും വെള്ളപ്പാണ്ടിനെയും സുഖപ്പെടുത്തും, ഞാൻ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഊതുമ്പോൾ അത് പക്ഷിയായി പറന്നുപോകും എന്ന് ഒരിക്കലും എവിടെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാദിച്ചിട്ടില്ല. ആ ആയത്തുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെയൊക്കെ ഇതിനില്ല, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്തരം കൃത്യങ്ങൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി അത്തരം കൃത്യങ്ങൾ കാട്ടിക്കൊടുത്തതും അവർക്ക് മനസ്സിലാക്കി കൊടുത്തതും. അങ്ങനെ ഓരോന്നും ഓരോ 3 വാദഗതികൾ, അവരുടെ 3 വാദഗതികളെയും. രണ്ടാമതായി അവർ പറഞ്ഞു, ഹുവ ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിച്ചത് ഇങ്ങനെയാണ്, ഇന്ന മതല ഈസാ ഇൻദല്ലാഹി കമതലി ആദം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയില്ല, പിതാവില്ലാതെ ജനിച്ചുവെങ്കിൽ, പിതാവോ മാതാവോ ഇല്ലാതെ ജനിച്ചയാളാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്തുകൊണ്ട് ആദം ദൈവമാകുന്നില്ല? ബുദ്ധിപരമായ ഒരു ചോദ്യമാണ്, അങ്ങോട്ടൊരു ചോദ്യമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ. ആദം നബി അലൈഹിസ്സലാം ആകട്ടെ ഖലഖഹു മിൻ തുറാബ്, അല്ലാഹു കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചത്, സൃഷ്ടിച്ചത്. സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, പിന്നീട് ആ കളിമണ്ണിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ രൂപമാകുകയും ആദമാകാൻ അല്ലെങ്കിൽ മനുഷ്യനാകാൻ അല്ലാഹു പറയേണ്ടുന്ന താമസം അത് അങ്ങനെയായി തീരുകയും ചെയ്തു. ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങനെയുള്ള വാദം നിങ്ങൾ പറയുന്നുവെങ്കിൽ എങ്ങനെയാണ് ഈസ ദൈവമാകുന്നത്? അങ്ങനെ ആകുമായിരുന്നുവെങ്കിൽ അതിനേക്കാളും പ്രബലമായ നിലയിൽ ആദമല്ലേ ദൈവമാകേണ്ടത്? നിങ്ങൾ ആദമിനെ ആകട്ടെ ദൈവമായി അംഗീകരിക്കുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ ഹഖ്ഖു മിർ റബ്ബിക, നബിയേ, ഇതൊക്കെ
താങ്കളുടെ നാഥനിൽ നിന്നുള്ള ഏറ്റവും സത്യസന്ദേശമാണിത്. ഫലാ തകും മിനൽ മുംതരീൻ, ഒരിക്കലും താങ്കൾ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ഇവര് സംശയിച്ചിരിക്കുകയാണ്, താങ്കൾ അപ്രകാരം സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമ്, താങ്കളുമായി സംവാദത്തിൽ ഇവർ വന്നിരിക്കുന്നത്, നബിയെ താങ്കളുടെ അടുക്കലേക്ക് ഇവർ വന്നിരിക്കുന്നത് വ്യക്തമായ അറിവും ബോധവും കിട്ടിയതിന് ശേഷമാണ്. അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സത്യപ്രവാചകരിൽ ഒരു പ്രവാചകനാണ് എന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിച്ചത് തൗഹീദിലേക്കാണ് എന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണെന്നും അത് മുൻ കാലഘട്ടങ്ങളിൽ മൂസാ നബിയും ഇബ്രാഹിം നബിയും ഒക്കെ പരിചയപ്പെടുത്തിയ ദീനാണ് എന്നും ഇക്കൂട്ടർക്ക് വ്യക്തമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നബിയെ താങ്കളുടെ അടുക്കലേക്ക് ഇവർ തർക്കത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ഇനി ഇവരോടൊരു നിലപാട് സ്വീകരിക്കുക. എന്താ നിലപാട്? ഫഖുൽ, താങ്കൾ ഇവരോട് പറ, തആലൗ, താങ്കളുടെ മുന്നിലേക്ക് ഇവർ മുഴുവനും ആളുകളും വരാൻ വേണ്ടി പറ, തആലൗ. എന്നിട്ട് അവരോട് പറ, നദഉ അബ്നാഅനാ വ അബ്നാഅകും, ഞങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും വിളിക്കുന്നു. വനിസാഅനാ വനിസാഅകും, നിങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ സ്ത്രീകളെയും വിളിക്കുന്നു. വ അൻഫുസനാ വ അൻഫുസകും, ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് കൂടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് കൂടി നിൽക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സുമ്മ നബ്തഹിൽ, ഒത്തുചേർന്ന് കൂട്ടായി അകമഴിഞ്ഞുകൊണ്ട് നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഫനജ്അൽ ലഅനതല്ലാഹി അലൽ കാദിബീൻ, കള്ളം പറയുന്നവർക്ക് ദൈവത്തിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞേക്കാം. നോക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഈ വന്മാര് വന്നിരിക്കുന്നത് അറിവും ബോധമില്ലാഞ്ഞിട്ട് വന്നതല്ല, വ്യക്തമായി അറിഞ്ഞിട്ട് വന്നതാണ്. വേദഗ്രന്ഥങ്ങളിലൂടെ വ്യക്തമായ ബോധ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അവര് തർക്കത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവസാന നബിയെ അങ്ങ് പറ, നിങ്ങളുടെ മുഴുവൻ ആളുകളെയും സ്ത്രീകളെയും കുട്ടികളെയും മുഴുവൻ മനുഷ്യരെയും നിങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ട്, ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാം. എന്നിട്ട് ഒരുമിച്ച് കൂടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കള്ളം പറയുന്നവർക്ക് ദൈവത്തിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കള്ളം ആരാണ് പറയുന്നത് അവരുടെ മേൽ അല്ലാഹുവിന്റെ ദൈവത്തിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്, ഇത് സത്യസന്ധമായ സംഭവ വിവരണമാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, ഇലാഹായി അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇലാഹായി ഒരേ ഒരു അല്ലാഹു മാത്രമേ ഉള്ളൂ. വ ഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം, ആ അല്ലാഹു ആകട്ടെ അങ്ങേയറ്റത്തെ പ്രതാപിയാണ്, അങ്ങേയറ്റത്തെ യുക്തിജ്ഞനുമാണ് ആ അല്ലാഹു. വ ഇൻ തവല്ലൗ, നബിയെ താങ്കൾ അവരെ വിളിക്കുകയും ഇത്തരം ഒരു ആശയം അവരുടെ മുന്നിലേക്ക് വെക്കുകയും ഏകനായ ഇലാഹു ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവതരിപ്പിക്കുകയും ചെയ്തിട്ടും ഫഇൻ തവല്ലൗ, അവരത് അംഗീകരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരുടെ വഴിക്ക് വിട്ടേരെ. ഫഇൻ തവല്ലൗ, ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് വഴിക്ക് വിട്ടേരെ. ഫഇന്നല്ലാഹ അലീമുൻ ബിൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവന്മാരെ അള്ളാഹുവിന് വ്യക്തമായിട്ട് അറിയാം. അള്ളാഹ് പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ്? കുഴപ്പമുണ്ടാക്കുന്നവരെ, ഫസാദ് ഉണ്ടാക്കുന്നവരെ നിശ്ചയമായിട്ടും അള്ളാഹുവിന് വ്യക്തമായിട്ടറിയാം. അവരെ അള്ളാഹു തആല നാളെ പിടിച്ചു.